വീഡിയോ കാണുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പറയുന്ന കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്കൊരു ടെക്നിക്കൽ നോളജ് ഇല്ലെന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് ഇല്ലെന്നോ എന്നൊന്നും വിചാരിക്കേണ്ട. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സ്കില്ലുണ്ട്, നിങ്ങൾക്കൊരു പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു സ്കില്ലുണ്ട്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് മാർക്കറ്റ് ചെയ്യണം. അത് എങ്ങനെയാണ് ചെയ്യാൻ അറിയാത്തത് എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ സീരീസ് ചെയ്യുന്നത്. അത് ഏറ്റവും സിമ്പിളായിട്ട് ബേസിക്കായിട്ട് ഒരു ബിഗിനറിന് എങ്ങനെ ചെയ്യാൻ പറ്റും അത്രയും സിമ്പിളായിട്ടാണ് ഞാനൊരു ഈ വീഡിയോ ചെയ്തു പോകുന്നത്. എല്ലാവർക്കും മനസ്സിലാവുന്ന പോലെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഫേസ്ബുക്ക് ഒപ്റ്റിമൈസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ പതുക്കെ പതുക്കെ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആ ഡ്രസ്സൊക്കെ നമുക്ക് എങ്ങനെയാണ് ഫേസ്ബുക്കിൽ പേജ് ക്രിയേറ്റ് ചെയ്ത് ഇടേണ്ടത്, നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ കാര്യങ്ങളാണോ ചെയ്യുന്നത് അതെങ്ങനെ ഫേസ്ബുക്ക് വഴി നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സീരീസിൽ വരുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു വീഡിയോ പ്രയോജനപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വേറെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഒരു ഫേസ്ബുക്ക് പേജ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഫേസ്ബുക്ക് പേജ് ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നത്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ബിസിനസ് ചെയ്യുമ്പോഴത്തേക്ക് പലപ്പോഴും ആളുകൾ ഒപ്റ്റിമൈസ് ചെയ്യാറില്ല. അപ്പോൾ ഒപ്റ്റിമൈസേഷൻ ചെയ്യുന്നത് നമ്മളുടെ കൂടുതൽ ആളുകളെ നമുക്ക് ക്ലയൻസിനെ അട്രാക്ട് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒപ്റ്റിമൈസേഷനിലോട്ട് നമുക്ക് പോകാം. ആദ്യം നമ്മുടെ ഫേസ്ബുക്ക് പേജ് എടുക്കുക. നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഫേസ്ബുക്ക് പേജിലോട്ട് പോവുക. ലേൺ വിത്ത് ജോഷ് എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് പോയി. അപ്പം നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഓൾറെഡി ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ചെയ്യേണ്ടത് നമുക്ക് ഒപ്റ്റിമൈസേഷൻ ആണ് ചെയ്യേണ്ടത്. ഒപ്റ്റിമൈസേഷൻ ചെയ്യാൻ ആദ്യം സെറ്റിംഗ്സിലേക്ക് പോവുക. നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള സെറ്റിംഗ്സിലേക്ക് പോവുക. സെറ്റിംഗ്സിൽ പോയതിന് ശേഷം ആദ്യം നമുക്ക് എടുക്കേണ്ടത് ജനറൽ ആണ്. ജനറൽ എടുക്കുക. അതിനുശേഷം വിസിറ്റർ പോസ്റ്റ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എനിവൺ ക്യാൻ പബ്ലിഷ് ടു ദ പേജ്, എനിവൺ ക്യാൻ ആഡ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് ടു ദ പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിസിറ്റർ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് പേജിൽ പബ്ലിഷ് ചെയ്യാൻ പറ്റും, പോസ്റ്റേഴ്സ് ഇടാൻ പറ്റും. അപ്പൊ അത് കഴിവതും നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അതുകൊണ്ട് തന്നെ എഡിറ്റ് ഓപ്ഷനിൽ പോയിട്ട് അത് ഇപ്പൊ നിങ്ങളുടെ പേജ് ഓൾറെഡി ഉള്ള ആൾക്കാരാണെങ്കിൽ അത് എന്താണ് കൊടുത്തിരിക്കുന്നത് നോക്കുക. ഡിസേബിൾ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഡിസേബിൾ ആക്കി വെക്കുക. എന്നിട്ട് സേവ് ചേഞ്ചസ് ക്ലിക്ക് ചെയ്യുക. ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് ടെംപ്ലേറ്റ്സ് ആൻഡ് ടാബ്സ് എടുക്കുക. ടെംപ്ലേറ്റ് സ്റ്റാൻഡേർഡ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. അത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ഏതാണോ ആവശ്യമുള്ളത്, ബിസിനസ് ആണോ നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, സർവീസസ് ആണോ, അതുപോലെ പബ്ലിക് ഫിഗേഴ്സ് ആണെങ്കിൽ പബ്ലിക് ഫിഗേഴ്സ് നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ അപ്പൊ ഏത് സർവീസസ് ആണോ, നിങ്ങളൊരു റെസ്റ്റോറൻറ്റോ കഫേയോ നടത്തുന്ന ആൾക്കാരാണെങ്കിൽ അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റ് നമ്മൾ ചൂസ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ ഞാൻ സർവീസസ് ചൂസ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ നോക്കുക ഏതാണ് നമുക്ക് വേണ്ടത്. ചിലത് ഷോപ്പിംഗ് ആയിരിക്കും വേണ്ടത്. ഓൺലൈൻ ഷോപ്പിംഗ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഷോപ്പിംഗ് എന്നുള്ള സംഭവം സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ സർവീസസ് ചൂസ് ചെയ്തു. ആ ടെംപ്ലേറ്റ് അപ്ലൈ ചെയ്തു. ഓക്കെ, ഇപ്പൊ നമ്മുടെ കറന്റ് ടെംപ്ലേറ്റ് സർവീസസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഇനി നോക്കേണ്ടത് താഴോട്ട് വന്നിട്ട് ടാബുകൾ ഏതൊക്കെയാണ്. നമ്മൾ ആദ്യമേ ആ പേജ് കാണുമ്പോൾ കുറച്ച് ടാബുകൾ നമുക്ക് ഓപ്പൺ ആയിട്ട് കാണും. ലൈക്ക് സർവീസസ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്, റിവ്യൂസ് ഉണ്ട്, ഷോപ്പ് ഉണ്ട്, ഓഫേഴ്സ് ഉണ്ട്. അപ്പം ഇതിനകത്ത് ഷോപ്പ് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈഡ് ചെയ്ത് വെക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടെംപ്ലേറ്റ് ചൂസ് ചെയ്യുക. അതിനകത്ത് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഇനേബിൾ ചെയ്യേണ്ടതുണ്ട്. ഏതാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ വേണ്ടി. അത് കഴിഞ്ഞിട്ട് ഇവിടെ താഴോട്ട് വരുമ്പോൾ ലൈവ് വീഡിയോസ് പോകുന്നതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഓർഗാനിക്കലി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ലൈവ് വീഡിയോസ്. ഇപ്പൊ നിങ്ങളൊരു ബുട്ടിക്ക് നടത്തുന്ന ആൾക്കാരാണെങ്കിൽ ലൈവിൽ വന്നിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റിനെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഒരുപാട് പേരിലോട്ട് റീച്ച് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പം അത് മാത്രമല്ല, തുടങ്ങുമ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങളുടെ ഫോൺ നമ്പർ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് നമ്മളുടെ ഓർഗാനിക്കലി ഉള്ള ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. പിന്നെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വന്നിട്ട് ഇത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് മാത്രമല്ല ടെംപ്ലേറ്റ്സുകൾ നമ്മൾ ബിസിനസ് ഒന്ന് ചെയ്തു നോക്കുക. അതിനകത്ത് വരുന്ന എന്തൊക്കെ ഫീച്ചേഴ്സ് ടാബ്സുകൾ ഉണ്ട് എന്നുള്ളതൊക്കെ നോക്കിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ ചൂസ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം
നമുക്ക് വേണ്ടത് നമ്മളുടെ പേജ് റോൾസ് ആണ് എടുക്കുന്നത്. പേജ് റോൾസ് എടുക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് നമുക്ക് ഒരു ആളെ ഇതിനകത്തോട്ട് പിന്നെ അഡ്മിൻ ആയിട്ടോ എഡിറ്റർ ആയിട്ടോ, കാരണം നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇവിടെ മനസ്സിലാക്കാം. നിങ്ങൾക്ക് അഡ്മിൻ ആയിട്ട് ഒരാളെ എടുക്കാം, എഡിറ്റർ ആയിട്ട് ചെയ്യാം, മോഡറേറ്റർ ആയിട്ട്, അഡ്വർടൈസർ ആയിട്ട്, അനലിസ്റ്റ് ആയിട്ട്, അങ്ങനെ പല ഓപ്ഷൻസ് ഇതിനകത്ത് കൊടുത്തേക്കുന്നുണ്ട്. ഇവിടെ ഇവിടെ നമ്മൾ ആ ഒരു നെയിം കൊടുക്കാം, ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് നിങ്ങൾ ഈ ഒരു പ്രൊഫൈലിൽ എന്ത് പാസ്വേഡ് ആണോ കൊടുക്കുക ആ പാസ്വേഡ് റീ എൻറ്റർ ചെയ്തിട്ട് വേണം സബ്മിറ്റ് ചെയ്ത് കൊടുക്കാൻ. എങ്കിൽ മാത്രമേ നമുക്ക് ഈ പേജ് റോൾ കൊടുത്തിരിക്കുന്ന ആൾക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് മാത്രമല്ല, ഇപ്പോൾ ഈ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു നോട്ടിഫിക്കേഷൻ പോകും. ആ നോട്ടിഫിക്കേഷൻ അവർ ഓക്കെ ആണ്, ഈ ഒരു പേജിന്റെ അഡ്മിൻ ആവാൻ അവർ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ അവർ ഓക്കെ കൊടുക്കും. എഡിറ്റർ ആണെങ്കിലും അങ്ങനെ നോട്ടിഫിക്കേഷൻ പോയി അവർക്ക് ആ പേജ് റോൾ നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. പല ടൈപ്പ് ഓഫ് പേജ് റോൾസ് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ നിങ്ങൾക്ക് ഇതുപോലെ പേജ് റോൾസ് എല്ലോട്ട് ആരെങ്കിലും ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ആഡ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മളൊരു പേജ് ഇൻഫോയിലോട്ടാണ് പോകുന്നത്. പേജ് ഇൻഫോയിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നെയിം ഓൾറെഡി നമ്മൾ കൊടുത്തു. ഒരു യൂസർ നെയിം കൊടുക്കാം. നമ്മളിപ്പോൾ യൂസർ നെയിം ആഡ് ചെയ്ത് കൊടുത്തു. കാറ്റഗറി ഒക്കെ ഓൾറെഡി സെലക്ട് ചെയ്തു. ഫോൺ നമ്പർ നമ്മൾ കൊടുത്തു. അതിനുശേഷം നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുത്തു. ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. വെബ്സൈറ്റ് ഐ ഡി കൊടുക്കുക. വെബ്സൈറ്റ് ഐ ഡി കൊടുക്കുകയാണ്. www.learntwinspireacademy.com നമ്മുടെ വെബ്സൈറ്റ് ഐ ഡി കൊടുത്തു. ഇവിടെ നമ്മുടെ അഡ്രസ്സ് നമുക്ക് കൊടുക്കാം. ഇനി കസ്റ്റമർ മാപ്പ് ലൊക്കേഷൻ നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള എക്സാക്ട് നിങ്ങളുടെ മാപ്പ് ലൊക്കേഷൻ കൊടുക്കാം. അപ്പം ആളുകൾക്ക് പ്രത്യേകിച്ച് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് ക്ലയൻസ് വിസിറ്റ് ചെയ്യണം അല്ലെങ്കിൽ കസ്റ്റമർ നമ്മളെ വിസിറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ കൃത്യമായിട്ടുള്ള എക്സാക്ട് ലൊക്കേഷൻ കൊടുക്കുന്നത് അവർക്ക് എളുപ്പം നമ്മളുടെ ഓഫീസിലേക്ക് എത്താൻ അവരെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ആ രീതിയിൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള മാപ്പ് ലൊക്കേറ്റ് ചെയ്ത് കൊടുക്കുക. സർവീസ് ഏരിയാസ്, ഇപ്പൊ സപ്പോസ് നിങ്ങൾക്ക് സർവീസ് ഏരിയാസ് എവിടേക്കാണ്, നമ്മൾ കേരളത്തിലെ പല സ്ഥലത്തായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ അത് ചൂസ് ചെയ്യാം. എവിടെയാണോ നിങ്ങളുടെ സർവീസ് ഏരിയാസ് ഉള്ളത്, ഇന്ത്യക്കകത്താണോ അല്ലെങ്കിൽ വെളിയിലേക്കാണോ, എവിടെയാണെങ്കിലും നിങ്ങളുടെ സർവീസ് ഏരിയാസ് ഇവിടെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അവേഴ്സ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് പിന്നെ ഓപ്പൺ ഡ്യൂറിങ് സെലക്ടഡ് അവേഴ്സ് ആണ് എങ്കിൽ, ഓൾവേസ് ഓപ്പൺ ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക. ഓപ്പൺ ഡ്യൂറിങ് സെലക്ടഡ് അവേഴ്സ് ആണെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ ഒരു 9 to 5 ആണ് നിങ്ങളുടെ ഓഫീസ് ടൈം എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഷോപ്പ് തുറന്ന് പ്രവർത്തിക്കുന്നെങ്കിൽ ആ ടൈം നമുക്ക് ഇവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ആ ടൈം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. 9 o'clock ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ 9 o'clock കൊടുക്കുന്നു. ക്ലോസിംഗ് ടൈം വന്നിട്ട് 5 o'clock ആണ്. അപ്പൊ അതുകൊണ്ട് 17 കൊടുത്തു. ഓക്കെ, ഇതുപോലെ ബാക്കിയുള്ളതും നമ്മൾ കൊടുക്കാം. സോ ബാക്കിയുള്ളത് ഇതേപോലെ നമ്മൾ കൊടുക്കാം. സോ ഇത് നിങ്ങൾക്ക് എന്തൊക്കെയാണോ കൊടുക്കേണ്ടത് ആ കാര്യങ്ങൾ കൊടുക്കുക. കറൻസി ഇന്ത്യൻ റുപ്പി ആക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതർ അക്കൗണ്ട്സ്. നമ്മൾക്ക് വേറെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സോ പുതിയതായിട്ട് ഒരെണ്ണം ആഡ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ആ പ്ലസ് സൈൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാം നമ്മൾ ഇനി ക്രിയേറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അതിനുശേഷം നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഓൾറെഡി ഉള്ള യൂട്യൂബ് ഞാൻ കൊടുത്തു. യൂട്യൂബ് കൊടുത്തതിന് ശേഷം യൂട്യൂബിന്റെ ലിങ്ക് നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് വാട്സപ്പ് ഉണ്ടെങ്കിൽ വാട്സപ്പ് കൊടുക്കാം. എന്തൊക്കെയാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതെല്ലാം ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ പറയുന്ന ഇതിനകത്തുനിന്ന് സെലക്ട് ചെയ്ത്, ട്വിറ്റർ ഉണ്ടെങ്കിൽ അങ്ങനെ, സ്നാപ്ചാറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ, എന്താണോ നിങ്ങൾക്ക് ഉള്ളത് ആ സംഭവങ്ങൾ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ലിങ്ക്ഡിൻ ഉണ്ടെങ്കിൽ ലിങ്ക്ഡിൻ കൊടുക്കാം. സോ ഇത് അതർ അക്കൗണ്ട്സ് നമ്മൾ മസ്റ്റ് ആയിട്ടും ആഡ് ചെയ്തിരിക്കണം. ഇനി നമുക്ക് അറിയേണ്ട കാര്യം, നമുക്ക് ഇൻസ്റ്റഗ്രാം ഉണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം നമ്മുടെ ഈ ഒരു ഫേസ്ബുക്ക് പേജുമായിട്ട് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്യുന്ന ഒരു ഗുണമുണ്ട്. മെറ്റാ ബിസിനസ് സ്യൂട്ട് വഴി നമുക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്ന അതേ പോസ്റ്റ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും പോസ്റ്റ് ചെയ്യാൻ നമുക്ക് ഇപ്പൊ ഫേസ്ബുക്ക് പിന്നെ
അങ്ങനെ കണക്റ്റഡ് ആക്കി വെച്ചേക്കുന്നത് കൊണ്ട് നമുക്ക് അങ്ങനെ പ്ലാൻ ചെയ്ത് ഇടാൻ പറ്റും. അപ്പൊ ഏതൊക്കെ തരത്തിൽ, അപ്പം നമ്മുടെ പോസ്റ്റുകൾ ഇൻസ്റ്റാഗ്രാമിലാവുമ്പോൾ സ്ക്വയർ സൈസിൽ പോകുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളത്. 1080 into 1080 ആണ് അതിന്റെ ഒരു സൈസ് വരുന്നത്. അപ്പൊ ആ ഒരു 1:1 റേഷ്യോയിൽ നമ്മൾ ഇമേജസ് ആണെങ്കിൽ ഇമേജസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ നമുക്ക് പോസ്റ്റ് ചെയ്യുന്ന അതേ ഇത് നമുക്ക് മെറ്റാ ബിസിനസ് സ്യൂട്ട് വഴി നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾക്ക് കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ വേണം ഈ കാര്യങ്ങൾ കൊടുക്കുന്നത്. ഇൻസ്റ്റാഗ്രാമും കൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ അക്കൗണ്ട് കണക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇത് കവർ ചെയ്തത്. അപ്പൊ ഇത്രയും കാര്യങ്ങളും ആക്റ്റീവ് ആക്കി വെക്കുക. കുറച്ച് പോസ്റ്റേഴ്സ്, ഡീറ്റെയിൽസ്, കാര്യങ്ങളെല്ലാം നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, അതിങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം മാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തിനാണ് ഇത് തുടങ്ങിയതെന്നോ അല്ലെങ്കിൽ എന്താണ് ഇത് പർപ്പസ് എന്നോ നമുക്ക് മനസ്സിലാവില്ല. ഒരു 2 or 3 weeks നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റുകൾ, അതുപോലെ നിങ്ങളുടെ ഓഫേഴ്സ്, കാര്യങ്ങളെല്ലാം ഇട്ടതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് see all friends and invite them. അപ്പം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇൻവിറ്റേഷൻ കൊടുക്കുമ്പോഴത്തേക്ക് അവർ നമ്മളെ ആ ഇൻവിറ്റേഷൻ ഓക്കെ ആക്കുമ്പോഴത്തേക്ക് നമുക്ക് അത്രയും പേജ് ലൈക്സും ഫോളോവേഴ്സും ഒക്കെ നമുക്ക് കൂടുന്നതാണ്. അപ്പൊ ആ കാര്യം ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമ്മുടെ പേജ് ഒപ്റ്റിമൈസേഷൻ ഏകദേശം നമുക്ക് കഴിയുന്നു. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട പേജ് ഒപ്റ്റിമൈസേഷൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മളിവിടെ കവർ ചെയ്തത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആക്റ്റീവ് ആക്കി വെക്കുക. ഇതുവഴിയെല്ലാം നമുക്ക് നല്ല നല്ല ക്വാളിറ്റി ക്ലയൻസിനെയും ക്വാളിറ്റി കസ്റ്റമേഴ്സിനെയും നമുക്ക് കിട്ടുന്നതാണ്. ഓൾറെഡി പേജ് ഉള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തതിന് ശേഷം ഒന്ന് വെരിഫൈ ചെയ്ത് കറക്റ്റ് ആക്കി പേജിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കാം. താങ്ക് യു സോ മച്ച്. നമുക്കിനി അടുത്ത സെഷനിലേക്ക് പോവാം.